കേരളത്തിൽ ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ 23 വരെ നിഴൽ ഉണ്ടായിരിക്കില്ല. സാധാരണ രീതിയിൽ നമ്മൾ ഉച്ചയ്ക്ക് ഇതുപോലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല നീളത്തിലുള്ള നിഴലുണ്ടാവും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കാണാം, എന്റെ നിഴൽ ഇവിടെ കാണാം, കണ്ടില്ലേ? ഇത്രയും നീളത്തിലാണ് നിഴലുള്ളത്. എന്നാൽ ഏപ്രിൽ 10 തീയതി തിരുവനന്തപുരത്ത് നട്ടുച്ചയ്ക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിഴലിന് നീളമുണ്ടാവില്ല. നിഴലുണ്ടാവും, പക്ഷെ നമ്മുടെ നേരെ താഴെ തന്നെയായിരിക്കും. ഒരു വടി കുത്തിനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നിഴല് കാണുവാനേ സാധിക്കില്ല. ഏപ്രിൽ 11 തീയതി കൊല്ലത്ത്, ഏപ്രിൽ 23 തീയതി കാസർഗോഡ്. ഇതിനിടയ്ക്കുള്ള ജില്ലകളുടെ എല്ലാം ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. നട്ടുച്ചയ്ക്ക് 12:20 മുതൽ 12:30 വരെയുള്ള സമയത്തിനിടയ്ക്ക് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വടി കുത്തിനെ നിർത്തിയാൽ അല്ലെങ്കിൽ നമ്മൾ നേരെ നിവർന്ന് നിന്നാൽ നമുക്ക് നിഴൽ കാണുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ആഴമുള്ള കിണറിലേക്ക് നോക്കുകയാണെങ്കിൽ സൂര്യപ്രകാശം അതിന്റെ ഉള്ളിലേക്ക് വെള്ളം വരെ എത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് വർഷത്തിൽ 2 ദിവസം മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇത് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും ഭൂമിയുടെ റൊട്ടേഷനും റെവല്യൂഷനും കാരണം, ഈ 3 കാരണങ്ങളും ചേർന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഭാസമാണ്. കേരളത്തിലാണെങ്കിൽ ഏപ്രിലും ഓഗസ്റ്റിലും. കഴിഞ്ഞ വർഷം ശാസ്ത്രലോകം ഫേസ്ബുക്ക് പേജ് ലൈവായിട്ട് ഇത് ചെയ്തിരുന്നു. അതിന്റെ വീഡിയോസ് ശാസ്ത്രലോകം യൂട്യൂബ് ചാനലിൽ കാണും. ഇപ്പോൾ നട്ടുച്ചയാവാൻ പോകുന്നു, അത് കാരണം തന്നെ കുറച്ച് നിഴലുണ്ട്. ഇപ്പോൾ നിഴലില്ലാത്ത സമയമാണ്. സൂര്യൻ കൃത്യമായിട്ട് നമ്മുടെ മുകളിലെത്തി. ഈ പരീക്ഷണം എല്ലാവർക്കും, അതായത് മുതിർന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് ഒരേപോലെ ചെയ്തു നോക്കാം. ഇതുപോലെ കൗതുകരവും വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.